നിന്നെ ഇന്ന് ദൈവത്തിന്റെ സ്നേഹിതനെന്ന് വിളിക്കുമോ? അബ്രാഹത്തെ ദൈവത്തിന്റെ സ്നേഹിതനെന്ന് വിളിച്ചു. മോശയെ ദൈവം തന്റെ സ്നേഹിതനെന്ന് വിളിച്ചു. തന്റെ അപ്പോസ്തലന്മാരെ ഈശോ സ്നേഹിതരെന്ന് വിളിച്ചു. ഫ്രാൻസിസ് അസീസിയെ ഈശോ സ്നേഹിതനെന്ന് വിളിച്ചു. വിശുദ്ധ അന്തോണീസിനെ ഈശോ സ്നേഹിതനെന്ന് വിളിച്ചു. ആവിലായിലെ അമ്മ ത്രേസ്യയെ ഈശോ സ്നേഹിത എന്ന് വിളിച്ചു. എന്നെ ഇന്ന് ഈശോ സ്നേഹിത എന്ന് വിളിക്കുമോ? അവരെ വിളിച്ചു ഇവരെ വിളിച്ചു എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ലല്ലോ. ഉണ്ടോ? സാക്ഷ്യം പറയുന്നത് കേൾക്കുമ്പോ ചില ആളുകൾ പറയുന്നത് പോലെ അവർക്ക് കിട്ടി ഇവർക്ക് കിട്ടി എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമുണ്ടോ? എനിക്ക് കിട്ടിയിട്ടില്ലല്ലോ. നമുക്ക് കിട്ടണ്ടേ? വേണ്ടേ? അതിനുള്ള വഴിയാണ് നമ്മൾ തുടർന്ന് പറയാൻ പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അബ്രഹാം എങ്ങനെയാണ് ഈശോയുടെ ദൈവത്തിന്റെ സ്നേഹിതൻ എന്ന് വിളിക്കപ്പെട്ടത്? പ്രിയപ്പെട്ടവരെ, വചനം പറയുകയാണ് വിശ്വാസത്തിലൂടെ. യെശയ്യാ 41:8 വായിച്ചേ. എന്റെ ദാസനായ ഇസ്രായേലേ, ഞാൻ തിരഞ്ഞെടുത്ത യാക്കോബേ, എന്റെ സ്നേഹിതനായ അബ്രാഹത്തിന്റെ സന്തതി, നീ എന്റെ ദാസനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതായത് അബ്രാഹത്തെ സ്നേഹിതനെന്ന് വിളിച്ച ദൈവം, ആ ദൈവം തന്നെയാണ് തന്റെ ശിഷ്യരെ സ്നേഹിതരെന്ന് വിളിച്ചത്. ഹല്ലേലൂയ. അപ്പോൾ അബ്രാഹത്തിന് സ്നേഹിതനായി തീരാൻ കൊടുത്ത വരം ഈശോയിലൂടെ ഇന്ന് നമുക്കെല്ലാവർക്കും ആ വരം കിട്ടിയിട്ടുണ്ട്. കരമടിച്ചതെന്ന് പറയാം. അപ്പൊ നമുക്ക് ഇന്ന് ഇപ്പോഴുള്ള വരം എന്താണ്? ഏത് വരമാണുള്ളത്? ഈശോയുടെ സ്നേഹിതനാകാനുള്ള വരം. ഹല്ലേലൂയ.